ആ പക്ഷിയെ കാണുന്നത്, ആ പക്ഷിയെ കണ്ടാൽ തന്നെ നമ്മൾ ഓം നമോ നാരായണായ എന്ന് അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കൈ കൊട്ടണം എന്നാണ് പറയണേ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അയ്യോ എനിക്ക് എന്ത് ചെയ്താ അഷ്ടപതി 24 കിടക്കണു, ഇത് 18ാമത്തെ ആയിട്ടുള്ളൂ, എനിക്ക് 7ാമത്തെ വരി കിട്ടണില്ലല്ലോ പത്മാവതി എന്ന് പറയും ഭാര്യയോട്. ഇപ്പം എന്താ ചെയ്യുക? പത്മാവതി ആ ബുക്കൊന്ന് എടുക്കൂ, ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ ഇത്തിരി മുമ്പ് ഇവിടെ വന്നിട്ട് ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയത്. അപ്പം നിങ്ങളിപ്പോൾ വരണേ, ഞാൻ ഇപ്പോഴല്ലേ പത്മാവതി കുളിച്ചിട്ട് വരണത്. അപ്പോൾ അങ്ങനെ അഷ്ടപതി പഠിച്ച് ഞങ്ങളൊരു 10-25 ക്ഷേത്രങ്ങളിൽ, ഗുരുവായൂരാണ് ആദ്യം അരങ്ങേറിയത്. ഗുരുവായൂരാണ് ടീച്ചർ എപ്പോഴും കൊണ്ടുപോകുള്ളൂ, കൃഷ്ണനെ ഏറ്റവും ഇഷ്ടമുള്ളതല്ലേ, അപ്പോൾ അവിടെയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരെ പാടുള്ളൂ. അഷ്ടപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയദേവകൃതി, ജയദേവ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ടായിരുന്നു. ഒരു നല്ലൊരു ആളാണ്. ആളുടെ ഒരു എന്താ പറയുക, ഭാര്യയാണ് പത്മാവതി. പത്മാവതിക്കാണ് ഭഗവാൻ ദർശനം കൊടുത്തത്. ഈ അഷ്ടപതി എഴുതിയത് ജയദേവനാണെങ്കിലും ഭാര്യയ്ക്ക് ദർശനം കൊടുത്തു. അതിനൊരു കാരണമുണ്ട്. അഷ്ടപതി ഇഷ്ടമോടെ കേൾക്കുന്നതാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട. അതുകൊണ്ട് ഞങ്ങൾ ഈ അഷ്ടപതി പഠിച്ചിട്ട് ഞങ്ങളവിടെ ഗുരുവായൂർ പോയി അരങ്ങേറി എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഞാൻ എപ്പോൾ തൊഴാൻ ചെന്നാലും ഈ അഷ്ടപതിയുടെ ബുക്കും കൊണ്ടുപോയി, ചിലപ്പോൾ വരി തെറ്റണ്ടാന്ന് വിചാരിച്ചിട്ട് ബുക്കും കൊണ്ടുപോയി അവിടെ ഇരുന്ന് ആ ഭഗവാന്റെ ഇടത്തെ ചെവിയിൽ അവിടെ ഇരുന്ന് പാടിയിട്ടേ ഞാൻ തൊഴാൻ പോവുള്ളൂ. അതിനു മുമ്പ് എന്ത് കോലാഹലം അവിടെ നടന്നാലും നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പം അതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് കയറി തൊഴാനും സാധിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമേ ഇത്തിരി വൈകിയുള്ളൂ. അങ്ങനെ അപ്പം അതെനിക്ക് ഭയങ്കര അനുഭവം ഉള്ളതുകൊണ്ട് ഭയങ്കര വിശ്വാസമാണ്. അപ്പം ഞാൻ ടീച്ചറോട് പറയുകയും ചെയ്യും, വിളിച്ച് ഞാനിങ്ങനെ പോയിരുന്നു പാടി, അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പോൾ അഷ്ടപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 വരികൾ ആണ് എല്ലാത്തിൻ്റെയും. ഇത് 12 അധ്യായമോ അങ്ങനെ എന്തോ ഉണ്ട്. 12ാം നൂറ്റാണ്ടിലെ ഒരു പ്രശസ്ത സംസ്കൃത കാവ്യമാണ് ഈ ജയദേവൻ്റെ ഗീതാഗോവിന്ദം. അത് രാധയോട് കൃഷ്ണന് രാധയായിട്ടുള്ള പ്രണയത്തിൻ്റെ വ്യക്തമാക്കിക്കൊണ്ട് വിവരിക്കുന്നതാണ്. ഇത് ഇതിഹാസ പരമ്പരയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രഥമ സ്ഥാനമാണ് ഭാരതത്തിൽ. ഇത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അഷ്ടപതി ഇഷ്ടമോടെ ഭഗവാൻ കേൾക്കുന്നു പറഞ്ഞപ്പോൾ അത് ഏറ്റവും ഭഗവാൻ ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ അതല്ലേ നോക്കണ്ടേ. അപ്പോൾ അങ്ങനെ അഷ്ടപതി പാടും. അതിൽ ആദ്യം ജയ ജാനകി രമണ ജയ വിഭീഷണ ചരണ ജയ സരോരുഹ ചരണ ജയ ദീന കരുണ. അത് 4 വരി നമ്മൾ അത് അഷ്ടപതിയിലില്ല, ടീച്ചർ നമ്മളെ പഠിപ്പിക്കലാണ്. അത് ചെല്ലാവുള്ളൂ, ഗുരുവിൻ്റെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഞങ്ങളത് ചൊല്ലി പ്രളയാപയോധി ജലേ, അതായത് ഭഗവാന്റെ ദശാവതാരം 10 അവതാരം, മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽകി, ഇങ്ങനെ 10 അവതാരത്തെ കുറിച്ച് ഓരോ 2 വരിയിൽ ഉള്ളതാണ് ആദ്യത്തെ അഷ്ടപതി. പിന്നെ അതിൽ ഈ അഷ്ടപതിയിൽ 11ാമത്തെ ഒരു അഷ്ടപതി ഉണ്ട്. അത് ഭയങ്കര പ്രധാനമാണ്. അത് കുചേലൻ ഭഗവാനെ കാണാൻ പോകുമ്പോൾ അത് ചൊല്ലിക്കൊണ്ടാണ് പോയത്. ചകോരപക്ഷിയെ കണ്ട് ഇതും ചൊല്ലിക്കൊണ്ടാണ് പോയത്. അതാണ് ചകോരപക്ഷിയില്ലേ, ഉപ്പൻ എന്നൊക്കെ പറയും. ആ പക്ഷിയെ കണ്ടാൽ തന്നെ നമ്മൾ ഓം നമോ നാരായണായ എന്ന് അല്ലെങ്കിൽ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് കൈ കൊട്ടണം എന്നാണ് പറയണേ. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിൽ പറയുന്നത് അങ്ങനെയാണ്. ശാസ്ത്രീയ ബുക്കുണ്ട്, അതിൽ പറയണത് അങ്ങനെയാണ്. ചകോരപക്ഷിയെ കണ്ടാൽ, അത് 2 കൂടി കണ്ടാൽ വളരെ നല്ലത്. ഒരെണ്ണത്തിനെ കണ്ടാലും നമ്മൾ ഓം നമോ നാരായണായ എന്ന് പറയണം. പിന്നെ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഒന്ന് പതുക്കെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് കൊട്ടിയിട്ട് പറയണം എന്നാണ്. അങ്ങനെ കുചേലൻ ഇതെല്ലാം അതിൽ പറഞ്ഞേക്കണ ആ രീതിയിൽ പോയിട്ടാണ് കുചേലന് നന്നായത്. എന്നിട്ട് പോയി കൃഷ്ണനെ കാണാൻ പോയ രംഗം ഈ 11ാമത്തെ അഷ്ടപതി 11 ദിവസം മുടങ്ങാതെ ചൊല്ലിക്കഴിഞ്ഞാൽ വിചാരിച്ച കാര്യം സാധ്യം. എനിക്കും അനുഭവമുണ്ട്. 11ാമത്തെ അഷ്ടപതി, അതായത് 11ാമത്തെ അഷ്ടപതിയുടെ വരി തുടങ്ങുന്നത് രതിസുഖസാരേ എന്നാണ്. ഗൗഡരാഗം. രതിസുഖസാരേ ഗതമഭിസാരേ മദനമനോഹരവേഷം, അങ്ങനെയാണ് തുടങ്ങുന്നത്. രതിസുഖസാരേ എന്ന് പറഞ്ഞാൽ അഷ്ടപതി എന്ന് പറഞ്ഞാൽ അഷ്ടപതി പഠിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും.
ആ 11ാമത്തെ അഷ്ടപതി പാടിക്കൊണ്ടാണ് കുചേലൻ ഭഗവാനെ കാണാൻ പോയത്. സർവ്വതും നന്നായി വന്നു ഇല്ലേ? ആ ഒരു രംഗം കഥ എല്ലാവർക്കും അറിയാലോ. ഇതുപോലെ തന്നെ 18ാമത്തെ ഒരു അഷ്ടപതി ഉണ്ട്, വദസി യതി കിഞ്ചിദവി എന്ന് പറയും. ആ അഷ്ടപതിക്ക് ഭയങ്കര പ്രാധാന്യമാണ്. എന്താ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോവിന്ദ കൃതിയിലെ ജയദേവനെ എഴുതി കഴിഞ്ഞപ്പോൾ അഷ്ടപതി എഴുതിയപ്പോൾ 7ാമത്തെ വരി കിട്ടുന്നില്ല. 7ാമത്തെ വരി കിട്ടണില്ല. അപ്പോൾ ജയദേവ് ഭഗവാനെ പ്രാർത്ഥിച്ചു, അയ്യോ എനിക്ക് എന്ത് ചെയ്താ അഷ്ടപതി 24 എണ്ണം കിടക്കണു, ഇത് 18ാമത്തെ ആയിട്ടുള്ളൂ, എനിക്ക് 7ാമത്തെ വരി കിട്ടണില്ലല്ലോ പത്മാവതി എന്ന് പറയും ഭാര്യയോട്. പത്മാവതി ആണ് ഭാര്യയുടെ പേര്. പത്മാവതി എനിക്ക് 7ാമത്തെ വരി കിട്ടുന്നില്ലല്ലോ. എത്രാമത്തെയായി? 18ാമത്തെ. ഇപ്പം എന്താ ചെയ്യുക എന്ന് ഭഗവാനെ വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ജയദേവ് പറഞ്ഞു, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ. അന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോലെ തോന്നി അപ്പോൾ പോയി കുളിച്ച് വരും. എന്നുവെച്ചാൽ സർവ്വതും കുളിച്ചാൽ എല്ലാം പോകുന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ കുളി കഴിഞ്ഞ് കുളിക്കാൻ പോയി. അപ്പോഴേക്കും ജയദേവ് ഓടി വന്നിട്ട് പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു പോയ ആളാ. വന്നിട്ട് പറഞ്ഞു, പത്മാവതി ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞു. അന്നൊക്കെ ഈ തൂലികയല്ലേ എഴുതണത്. അപ്പോൾ ബുക്ക് എടുത്തു, എഴുതി വെച്ചിട്ട് പറഞ്ഞു അങ്ങോട്ട് പോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജയദേവ് വരുന്നു കുളി കഴിഞ്ഞ്. അപ്പോൾ ജയദേവ് വന്നപ്പോൾ പറഞ്ഞു, പത്മാവതി ആ ബുക്കൊന്നും എടുക്കൂ, ഞാൻ എഴുതി നോക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ ഇത്തിരി മുമ്പ് ഇവിടെ വന്നിട്ട് ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോയത്. അപ്പം നിങ്ങളിപ്പോൾ വരണേ? ഞാൻ ഇപ്പോഴല്ലേ പത്മാവതി കുളിച്ചിട്ട് വരണത്, വേറെ ആരാ ഇവിടെ വന്നത് എന്ന് പറഞ്ഞു. അവന്, നിങ്ങൾ തന്നെയാണ് വന്നത്, നിങ്ങൾക്ക് എന്തോ ഓർമ്മയില്ലേ, നിങ്ങൾ തന്നെയാണ് വന്നത്, ഇവിടെ വന്ന് ബുക്ക് എടുക്കൂ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. ബുക്കിൽ നോക്കൂ. അപ്പോൾ നോക്കുമ്പോൾ 7ാമത്തെ അഷ്ടപതി അതിൽ എഴുതി വെച്ചേക്കണു. ആരാണ് എഴുതിയത്? ഭഗവാൻ തന്നെ ജയദേവൻ്റെ രീതിയിൽ ആ മുടിക്കെട്ടുമായിട്ട് വന്നേക്കുവാണ്. കുളിക്കാൻ പോയ വേഷത്തിൽ പത്മാവതിയെ അറിയിക്കാതെ, പേടിക്കാതിരിക്കാൻ വന്ന് അഷ്ടപതി 7ാമത്തെ വരി എഴുതി വെച്ചിട്ട് പോയി. അപ്പോൾ ജയദേവ് നോക്കിക്കഴിയുമ്പോൾ എന്താ, 7ാമത്തെ കിട്ടാത്ത വരി എഴുതി വെച്ചേക്കണു, പൂർണ്ണമാക്കി വെച്ചേക്കണു. അപ്പോൾ ജയദേവ് പറയും, എൻ്റെ പത്മാവതി, ഇത്രയും നാൾ ഞാൻ ഭഗവാനെ ഭജിച്ച് നടന്നിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ, നിനക്കാണല്ലോ ഭാഗ്യം, നീ എൻ്റെ ഒരു ആകൃതിയിലാണെങ്കിലും ഭഗവാൻ നേരിട്ട് വന്ന് എഴുതി വെച്ചില്ലേ, നീ ബുക്ക് എടുത്ത് കൊടുത്തില്ലേ, നീ കണ്ടില്ലേ, നീ തന്നെയാണ് ഏറ്റവും ഭക്ത എന്ന്, ഭഗവാനോടുള്ള ഭക്തി എന്ന്, എന്നേക്കാൾ കൂടുതൽ ഭക്തി നിനക്കാണല്ലോ എന്ന് പറഞ്ഞ് ജയദേവ് പറഞ്ഞ ഒരു വരിയാണത്. അതിൻ്റെ ആ വരിയുടെ പേര് സ്മരഗള ഖണ്ഡനം മമ ശിരസി മണ്ഡനം ദേഹി പദവല്ലവമൂതാര. അങ്ങനെ അങ്ങോട്ട് ചൊല്ലിപ്പോണം. അതാണ് 7ാമത്തെ. അത് ആ അഷ്ടപതി പഠിച്ചവർക്ക് 18ാമത്തെ അഷ്ടപതിയുടെ 7ാമത്തെ വരി എന്ന് പറയുമ്പോൾ എല്ലാവരും അത് സ്മരഗളനം എന്ന് പറയുമ്പോൾ തന്നെ ടീച്ചർ ബുക്കിൽ തൊട്ട് നിറയിൽ വെച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ചേക്കണേ. ഞങ്ങൾ അപ്പം തന്നെ ഓർക്കാപ്പുറത്ത് കൈ വരും അവിടെ തൊട്ട് നിറയിൽ. അത്രയും ഭഗവാൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ തൊട്ട് നിറയിൽ വയ്ക്കുന്നത്. അങ്ങനെ ആ അഷ്ടപതി ഭയങ്കര ഈ അഷ്ടപതി എഴുതിയ ജയദേവിൻ്റെ അച്ഛനും അമ്മയും കമലാഭായി എന്നാണ് അമ്മയുടെ പേര്. അച്ഛൻ ഒരു നാരായണ ശാസ്ത്രിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കുട്ടികളില്ലാതിരുന്നിട്ട് കമലാഭായിക്കും നാരായണ ശാസ്ത്രിക്കും മക്കളില്ലാതെ ഭഗവാനെ ഭജിച്ചിട്ട് ഒരു ആൺകുട്ടിയെ കൊടുത്തു. ദർശനത്തിൽ പറഞ്ഞു, ഞാൻ ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് തരുന്നുണ്ട് എന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞു കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഇവരിങ്ങനെ അവിടെ തന്നെ താമസിച്ച് ഭഗവാനെ ഭജിച്ചിരുന്നപ്പോൾ ഇവർക്ക് നല്ലൊരു പുത്രനെ കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു പുത്രനെയാണ് ജയദേവനെ കിട്ടിയത്. ആ ജയദേവ് പിന്നെ അച്ഛനും അമ്മയും പിന്നെ വാനപ്രസ്ഥത്തിന് പോയി. പണ്ടൊക്കെ അങ്ങനെയല്ലേ, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥത്തിന് പോകും. അതായത് വീട് വിട്ടിറങ്ങും, പിന്നെ ഇല്ല, തിരിച്ചു വരവില്ല. എവിടെയെങ്കിലും പോയി കിടന്ന്, അങ്ങനെയാണല്ലോ കാശിയിലൊക്കെ പോകും, അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെ പോവും. അങ്ങനെ പോയി. പിന്നെ ഈ മകൻ കുറേ നാൾ അവിടെയൊക്കെ ഭഗവാന്റെ ലീലകൾ പാടി ഈ അഷ്ടപതിയൊക്കെ രചിച്ച് അങ്ങനെ നടന്ന് സുഖമായിട്ട് ജീവിച്ച്. ഇപ്പോൾ ഒറീസയിലെ കുർദാബായി അങ്ങനെ ഒരു ജില്ലയുണ്ട്, കുർദ എന്ന് പറഞ്ഞ ഈ ഒറീസയിൽ. അവിടെ ജഗന്നാഥപുരി, അവിടെയാണ് ഈ ജയഗോവിന്ദ് ജനിച്ചു വളർന്നത്. ഇപ്പോഴും അവിടെ എല്ലാ വർഷവും ഉത്സവാഘോഷത്തിന് ഈ അഷ്ടപതി കഴിഞ്ഞിട്ടേ ഒരു കാര്യമുള്ളൂ. അഷ്ടപതിയാണ് ആദ്യം ഉത്സവമേളയിൽ വെക്കുന്നത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. എന്നുവെച്ചാൽ അത്രയും പ്രഥമ സ്ഥാനമാണ് ഈ അഷ്ടപതിക്ക്.